മൈ ചാനൽ ഇറ്റ്സ് മീ റിഷാൽ 3.0. നമ്മൾ ഇന്ന് GTA 5 എന്നൊരു GTA 5 അല്ല സോറി മിനി മിൽട്ട എന്നൊരു ഗെയിമാണ് കളിക്കുന്നത്. എൻ്റെ ബ്രദറുണ്ട്, അവൻ്റെ കൂടെയാണ് ഞാൻ കളിക്കുന്നത്. അവനക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അവന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇടുന്നതായിരിക്കും. നെജു ട്യൂബ് എന്നാണ് പേര്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കയറിയിട്ട് നോക്കിയാൽ അവൻ്റെ യൂട്യൂബും കാണാൻ, അവൻ്റെ യൂട്യൂബിൽ അവന് കളിച്ചതും കാണാൻ കഴിയും, എൻ്റെ വീഡിയോയിൽ ഞാൻ കളിച്ചതും കാണാൻ കഴിയും. അവന് ഇപ്പോൾ യൂട്യൂബിൽ പറയുന്നതൊക്കെ കാണാൻ കഴിയും, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ആ യെസ്, തുടങ്ങൂ. പെവർ കാറ്റക്കോമ്പസ് ആക്ക്. നമ്മളെ ബ്രദർ കാറ്റക്കോമ്പസ് ആക്കുന്നുണ്ട്. അവനാണ് എനിക്ക് ഹോട്ട്സ്പോട്ട് തന്നിട്ട് അങ്ങനെ കളിക്കുന്നത്. അവനാണ് ഹോസ്റ്റ്. കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിമം ഒരു 7 മിനിറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുവരെ ഒന്ന് കളിക്കുന്ന വീഡിയോൻ്റെ ലെങ്ത് അങ്ങനെ കൂടുകയില്ല. ഫുൾ സഹായകരമായി. ഓക്കെ ഗായ്സ്, ഒരേ സമയത്ത് 2 കിലോ പൊളിച്ച്. എൻ്റെ പേര് ഞാൻ റിഷാൽ 3.0 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത വീഡിയോ നമ്മളുടെ ഫ്രീ ഫയർ ഞങ്ങൾ ടീം ലൈഫ് ഉള്ളത്. അവൻക്കറിയാം എൻ്റെ അടുത്ത് കളിച്ച തോറ്റ പോകുന്ന അവൻക്കറിയാം. അവന്റെ പിന്മാറിയാണ് ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യൂ. പിന്നെ 1 vs 1 ആണ് കളിക്കേണ്ടത്. പിന്നെ അതോ അല്ലെങ്കിൽ ടീമായിട്ട് കളിക്കുന്ന കമന്റ് ചെയ്യൂ. 1 vs 1 ആയിട്ട് ഫ്രീ ഫയറിൽ കുറച്ച് രസം ഉണ്ടാവില്ലേ ഗൈസ്? അത് വേണ്ടോ അല്ലേ? രസം വേണോ? നമുക്ക് നോക്കണ്ടേ, ഇനിയോ കളിക്കാൻ ഞാനോ കളിക്കാൻ കൊണ്ടേ ഫ്രീ 3 ടൈമോ വെച്ചേക്കണോ മോനെ? അതിൻ്റെ കഴിഞ്ഞ ഞാൻ ഫ്രീ ഫയർ അല്ല ഇത് ഞാൻ ഇതുപോലത്തെ നെജറ്റ്യൂബ് എന്നെല്ലാം പറയുന്ന എത്ര ആളെ കണ്ടു. അയ്യോ അഹങ്കാരം കുറച്ച് മതി. അഹങ്കാരല്ല ഇന്ന് ഗൈസ്, എനിക്ക് ആവേശമായിപ്പോയി. ഇതാ ചെയ്യല്ലോ ഓരോരോ ആവേശങ്ങളെ. നമുക്ക് നമ്മളെ പെട്ടെന്ന് നമ്മൾ അടുത്ത് പോയി നമുക്ക് ബീരങ്കിങ് എടുക്കാം. റോക്കറ്റ് ലോഞ്ചർ മിസൈൽ റോക്കറ്റ് ലോഞ്ചർ എന്നാണ് പറയുക. നമ്മളിവിടുത്തെ തല്ലുകൂടലായിരിക്കും. നമുക്ക് കളിയിലേക്ക് ശ്രദ്ധിക്കാം. ഇതൊന്നും തിരിയില്ല, സമനില തന്നെ ഇങ്ങനെ മാർക്ക് പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. 2 പെവർ കൂടിയാൽ 1 മാർക്കാവും എന്നൊരു കടുങ്കഥയാണ്. പോയി അയ്യോ എന്റെ ബൂസ്റ്റ് തീർന്നോയേ. എന്റെ തോക്കുന്നത് നിങ്ങൾക്കറിയാം. ബീരങ്കി അത് ഞനക്കും അറിയാം. റോക്കറ്റ് ലോഞ്ചർ ഇതെന്നാണ് ഗൈസ് ഒരു ശബ്ദം ഇല്ലാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. എന്തോ ഒരു പണി ഉണ്ടല്ലോ, എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ. അല്ലാണ്ട് ഇങ്ങനെ അനങ്ങാതെ അടങ്ങി ഒതുങ്ങി നിൽക്കാനുള്ള വഴിയില്ല. തന്നെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ആയതിനെ വീഡിയോ. ഒരിക്കലും ജീവനെങ്കിലും പോവേണ്ടതാണ്. ലൈഫ് എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ എൻ്റെ സ്ക്രീൻ റെക്കോർഡിൽ ചില പൈക്കരിക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ മതിയില്ല. ഞാൻ തോറ്റാൽ എനിക്ക് പ്രശ്നമില്ല. ഒരു നല്ലൊരു അയ്യോ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ മതി. അയ്യോ കുത്തി കളിക്കണോ? ഞാനിപ്പോൾ 3.1 പറയാം. എൻ്റെ സ്ക്രീൻ റെക്കോർഡിലേക്ക് കുറച്ച് പ്രശ്നം വന്നുകൊണ്ട് നോ സ്പേസ് ആണ് കാണിക്കുന്നത്. പ്രശ്നമില്ല.
സ്റ്റേറ്റഡ്. ഗായ്സ് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ വീഡിയോ അത്രയും ഉണ്ടാവും. പ്രശ്നമില്ല, അതിൻ്റെ താഴെ കൊടുക്കാം. പിന്നെ ഈ ചെറിയ റിഷാദ് 3 ലിങ്ക് എല്ലാം കയറി ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അവൻ്റെ സ്പേസ് ഫുള്ളായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് അവൻ്റെ വീഡിയോ പകുതിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. എൻ്റെ ചാനലുണ്ട്, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാൻ വേണ്ടി ഞാൻ എങ്ങനെയല്ല കളിച്ചത് എന്ന്. ഓക്കെ, ഇയാള് പക്കാ പ്ലെയർ. അതാണ് ഗൈസ് നമ്മളുടെ പൂ. അത്ര പറയാനുള്ളൂ. കുറച്ച് ബാഡ് വാക്കാണ്. ആന്ന് സാറല്ല, സൂയിസൈഡ് സ്വാഭാവിക വാക്കാൻ കിട്ടുന്നില്ല ഗൈസ്. സ്വാഭാവികം. എന്തെങ്കിലും വികമായിക്കോട്ടെ. അയ്യോ, ഇയാളാരി ഓമോ അടിച്ചനോ? അടി അടിയുടെ അടി അടിയുടെ അടി. ഇതെന്നാ ഞാൻ കുഞ്ഞു പോയി. അടിടാ നീ അടിടാ. നിങ്ങൾ കമന്റ് ചെയ്ത് ഫോളോ ആണോ അല്ലെങ്കിൽ റെഡിയാണ് നിങ്ങൾ കമന്റ് ചെയ്യൂ. അത് ഫൗൾ അല്ല ഗൈസ്. ഞാൻ ഇവന്റെ അടുത്ത് പോകുമ്പോഴും ശ്രമിച്ചാണ്, പക്ഷെ ഞാൻ മണ്ണിന്റെ അടി കുഞ്ഞു പോയി ഗൈസ്. അതാണ് ഗൈസ് എന്റെ എല്ലാം പവർ ആയിരിക്കും ഗൈസ്. അതാണ് ഇവന്റെ ഒരു പ്രത്യേകത. എന്ത് മോനെ, ഇതൊരു റോക്കറ്റ് ലോഞ്ചറോ? അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞോ, തൊണ്ട പൊട്ടിപ്പോ. അവന്റെ ആഹാരം ഇപ്പൊ ഉള്ളത് എനിക്ക് 7, അവന് 6 നമുക്ക് കാണാം. അവനെ അടിച്ച് നമുക്ക് അവനെ ഔട്ടാക്കാം. എല്ലാവരും എനിക്ക് നമ്മളെ മെഡിക്കൽ കിറ്റ് കിട്ടിയില്ല. അന്ന് കിട്ടിയാൽ മതിയായിരുന്നു, നമുക്ക് ലൈഫ് ഫുള്ളാക്കി. എന്നാ ഗൈസ് ഞാൻ ഈ റൗണ്ട് അവനെ വിട്ടുകൊടുക്കുന്നതാണ്. അവൻ കൊല്ലുന്നുണ്ട്, കൊല്ലട്ടെ. അങ്ങനെ വിട്ടെടുക്കൊന്നും വേണ്ട ഗായ്സ്. ഞാൻ അവന് വേണ്ടി ഈ റൗണ്ട് വിട്ടുകൊടുക്കുന്നതാണ്. നീ ജയിക്കടാ. ഞാൻ ഈ റൗണ്ട് വിട്ടുകൊടുക്കുന്നതാണ്. നമുക്കറിയാം സമയം ഏകദേശം കൊല്ലണം. നമ്മൾ ജയിച്ചു. 8 നമ്മൾ ജയിച്ചു. റെഡിക്ക് പറഞ്ഞ 6-8 ഒരു മാർക്ക് അവന് ജയിച്ചോട്ടെ വിട്ടെടുത്തതാണ് ഗായ്സ്. ഇപ്പൊ അവന്റെ പിന്നെ വൈൻഡപ്പ് ഞാനാണ് എന്റെ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. ഞാൻ തന്നെ ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഈ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നെജു ട്യൂബ് എൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നിങ്ങൾ ഒന്ന് പോയി അവൻ്റെ ഒന്ന് കാണുക, എൻ്റെ ഒന്ന് കാണുക. നല്ല ഫണ്ണാണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള എല്ലാവർക്കും കൂടി നിൽക്കുക. വേറോട് നീ ഒരു ബായ് വരണം. എന്ത് ഗൈസ് എന്ത് ബായ് പറ. ബൈ. അടുത്ത വീഡിയോയിൽ ഒരു നല്ല വീഡിയോയിൽ ഇനിയും കാണാം. അതായിരിക്കും ബായ്.